മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും നിർത്തൂ, അതൊക്കെ അവിടെ വയ്ക്കൂ. ആ എഴുത്തൊക്കെ നിർത്തൂ. ഫയൽ മടക്കി വയ്ക്കൂ. ആ ഫയൽ തുറന്നിട്ടേ ഇല്ലല്ലോ അല്ലേ? ഇനി എല്ലാവരും ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. ആ ചിരിക്കണോ? മതി. ഇനി ഞാൻ നിങ്ങളോട് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് വന്നു കാണും. നോ. സാറിന്റെ മോക്ക് കല്യാണമായി കാണും. അല്ല. സാറിന്റെ വിവാഹ വാർഷികമാണെന്നേ. അല്ല എന്നാ മോളെ പറഞ്ഞാളാ. അല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും പത്രം വായിച്ചോ? അല്ല, എനിക്ക് കാലത്ത് സമയം കിട്ടാറില്ല, ഞാൻ വൈകിട്ട് വായിക്കാറുള്ളൂ. ഞാനാണെങ്കിൽ ഈ ഇടയ്ക്ക് വാർത്ത കേൾക്കാറേ ഉള്ളൂ. ന്യൂസ് കേട്ടോ? അല്ലെങ്കിൽ വേണ്ട, ഇതങ്ങ് വിതരണം ചെയ്യാം. ലഡു. ആ കഴിക്കും. ഷുഗർ ആണെങ്കിലും കഴിയടോ. ഒന്നുകൂടി വേണം. ഒന്നുമില്ലേ? കണക്കാക്കിയാ വാങ്ങിയിട്ടുള്ളൂ. സാറിപ്പോൾ കാര്യം പറഞ്ഞില്ല. കാര്യം പറയാം കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേടി സ്വപ്നമായ വിജിലൻസിന് മൂക്ക് കയറാം എന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിജിലൻസുകാർ വന്ന് പിടിക്കത്തില്ല എന്ന് ചുരുക്കം. ഇനി മുതൽ സർക്കാർ ഓഫീസിൽ മിന്നൽ പരിശോധന ഇല്ല. അത്തരത്തിലൊരു പരിശോധന പാടില്ല എന്ന് ADGP നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് വിജിലൻസിനെ പേടിക്കണ്ട. സത്യത്തിന് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇവിടുന്ന് ഒരു 10 രൂപ കിട്ടിയാൽ വീട്ടിൽ ചെല്ലുന്നവരെ ടെൻഷനാണ്. എവിടെ വെച്ചമാര് പിടിക്കണേന്നറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധുക്കൾ ആരെങ്കിലും ഗവൺമെന്റ് സർവീസിൽ കാണും. അവർക്ക് വല്ല നക്കാ പിച്ച കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങനൊരു തീരുമാനം. അല്ലാതെ ഇങ്ങനത്തെ വകുപ്പ് പെട്ടെന്ന് കുത്തിപ്പിക്കൊണ്ട് വരാൻ യാതൊരു കാരണം ഞാൻ കാണുന്നില്ല. വിജിലൻസുകാർ പിടിക്കുന്ന 99% കേസുകളും മന്ത്രിസഭയെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സ്വാധീനിച്ചോ ഒക്കെ ഊരെടുക്കാറാണ് പതിവ്. വെറുതെ നമ്മളുള്ള പോലെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് ഇനി മുതൽ അറസ്റ്റ് ഇല്ല, നല്ല ബോധവൽക്കരണവും ഉപദേശവും മാത്രം. ഉപദേശിക്കാനാ നമ്മളെ നല്ല തല്ല് കിട്ടിയിട്ട് നന്നായില്ല, പിന്നെയാണ് ഇനി കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പോണത്. ഈ നിയമം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അതിനിപ്പോ എന്താ ഉണ്ടായത്? സാറിന്റെ പടവും വാർത്തയൊക്കെ പത്രത്തിൽ വന്നില്ലേ? സസ്പെൻഷൻ കാലത്ത് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് ഇനിയിരുന്ന് ഉണ്ടാക്കിക്കൊന്നേ. സാർ എന്നെ ഉണ്ടാക്കി എന്ന് വിചാരിച്ചൊരു മറയൊക്കെ വേണം. ചിലപ്പോ വിജിലൻസുകാർ ഒരു നമ്പർ ഇറക്കിയിട്ട് പത്രവാർത്ത കൊടുത്താണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് വാഹനത്തിന് കൺട്രോളൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഉണ്ടായിരുന്ന സന്തോഷവും പോയി. സന്തോഷം കൊണ്ട കാര്യമൊന്നുമില്ല. സത്യശീല സാറുണ്ടോ? സാറ് ക്യാബിലുണ്ടല്ലോ. അതെ. സാർ ഇരിക്കും. എന്താ? പുറംപോക്ക് ഭൂമി പതിച്ചു കിട്ടാനുള്ള അപേക്ഷ കൊടുത്തിരുന്നു. അത് നിങ്ങളുടെ അപേക്ഷ ഇവിടെ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതല്ല, അത് എന്തായിന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്തത്? പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല, ജോലിക്ക് പോയിരിക്കുക. അയ്യോ, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ ഇവിടെ അപേക്ഷ തന്നത്? അതെ, ലോലിതൻ SP. SP-യോ? അയാൾ SP ആണോ? അല്ല, കൂലിപ്പണിയാ. ഗവൺമെന്റ് ഓർഡർ MS 326/4 റവന്യൂ ഡേറ്റ് 29/10/2004 പ്രകാരം ബിലോ 5 സെന്റ് നിങ്ങൾക്ക് പതിച്ചു കിട്ടും. ബട്ട് 1964 ആക്ട് പ്രകാരം ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ആയിരിക്കണം. സാർ, ഞങ്ങൾ 5000 രൂപ തന്നായിരുന്നു. പക്ഷേ കലക്ടർ ഒബ്ജക്ഷൻ നോട്ടീസ് അയക്കും. അപ്പം എന്ത് ചെയ്യും? സാറ് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. കൊച്ചെ, ഒരു 10,000 രൂപ ആ കിഴക്കേ മൂലയിൽ കച്ചവടം ചെയ്യുന്ന പലചരക്ക് കടക്കാരൻ്റെ കയ്യിൽ കൊടുക്ക്. ഞാൻ ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അത് വാങ്ങിച്ചോളാം. ഇത്രയേ ഉള്ളൂ പറഞ്ഞു എൻ്റെ കാര്യം. എന്താണ്?
പണിയുണ്ടായില്ല. എന്താ എൻ്റെ മുഖം അല്ലാതെ എന്തു പറ്റി? വാ പറയാം, വീട്ടിലേക്ക് വാ. എന്തായി പോയ കാര്യം? ഒന്നും നടന്നില്ല. അപ്പൊ കൊടുത്ത 5000 രൂപ അതിന്റെ കൂടെ ഇനി 10000 കൂടി കൊടുക്കണമെന്ന്. കയറി കിടക്കാൻ ഭൂമിയില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിലും വില്ലേജിലും അന്വേഷിച്ചിട്ടാണ് പുറമ്പോക്ക് ഭൂമിക്ക് അപേക്ഷ കൊടുത്തത് നീ പറഞ്ഞില്ലേ? അതൊന്നും പറയാൻ അയാൾ സമ്മതിക്കില്ല, അങ്ങോട്ടൊന്നും പറയിക്കില്ല. പിന്നെ കുറെ ഇംഗ്ലീഷും എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈ 10000 രൂപയാണെന്ന് ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത്? അല്ല, അത് മലയാളത്തിലാ പറഞ്ഞേ. അത് മാത്രല്ല, പൈസ ഓഫീസിൽ കൊണ്ടുപോകണ്ട, അവിടെയുള്ള പലചരക്ക് കടയിൽ കൊടുത്താൽ മതി എന്നും മലയാളത്തിലാ പറഞ്ഞേ. ഇപ്പൊ നീ കൊടുക്കാൻ നേറ്റാ? ഇല്ല, നിങ്ങളടുത്ത് ചോദിക്കാതെ എങ്ങനെ? കയറി കിടക്ക ഇടവില്ലാത്തവന്റെ കയ്യിൽ നിന്നും കൈക്കൂലി. നിങ്ങൾ വെറുതെ അടിക്കാനും ഇടിക്കാനൊന്നും പോണ്ടേട്ടാ. അടിക്കാനും ഇടിക്കാനോ? അവന് ഞാൻ 10000 രൂപ കൊടുക്കും. എവിടുന്ന്? ഇപ്പൊ തന്നെ 5000 കടം മേടിച്ച് കൊടുത്തിട്ടില്ല, പിന്നെ ഇനി ഇന്ന് തന്നെ 10000. എവിടെ നിന്നെങ്കിലും ഒപ്പിക്കും ഞാൻ. എന്നിട്ട് അവന് 10000 രൂപ കൊടുക്കും, പിടിപ്പിക്കും. നാട്ടുകാർ മുമ്പിലൂടെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് കാണണം. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അവൻ്റെ പടം വരും. അയാളുടെ പടം വന്നാൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമോ? കിട്ടും, വാർത്ത സർക്കാർ അറിയും. കൊടുത്ത 5000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. വിജിലൻസുകാരുടെ നമ്പർ ഞാൻ ഒന്ന് തപ്പട്ടെ. വിജിലൻസുകാരാരാണെന്ന് അവ അറിയാൻ പോണേ ഉള്ളൂ. വിജിലൻസുകാരോടാണ് അവൻ്റെ കളി. നീ വാ. എടാ ഒരു സെക്കൻഡ്. ഈ സത്യശീലൻ സാറ് പറഞ്ഞ കട ഇതാണ്. ഇത് സാറ് ഇവിടെ തരാൻ പറഞ്ഞു. കൊടുത്തേക്കല്ലേ? വിജിലൻസുകാരെ വിളിച്ച് പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയായിരിക്കും വരുന്നത്? ചിലപ്പോൾ ഭ്രാന്തൻ്റെ വേഷത്തിൽ വരും, ചിലപ്പോൾ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ വരും, ചിലപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി വന്ന തൊഴിലാളിയുടെ വേഷത്തിൽ വരും. എങ്ങനെ വേണം വരും. വിജിലൻസ് ഇന്ന് അവനെ പിടിക്കും. അവനെ പിടിച്ചോണ്ട് പോകുമ്പോ അതിന്റെ മുമ്പിൽ പോയി എനിക്കൊന്ന് ചിരിക്കണം. പറ്റുമെങ്കിൽ 4 ഇംഗ്ലീഷും പറയും. വരും. നമ്മുടെ പൈസ പോയി. വരും. എന്താ വരാത്ത? വരും. എവിടെ വിജിലൻസ്? വരും. എത്ര നേരായി? വരുന്നുണ്ട് വരുന്നുണ്ട്. അതാണോ? ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ആ അത് തന്നെ അത് തന്നെ. ഇത് അവരുണ്ട് അവരുണ്ട് അവരുണ്ട്. ഫയലൊക്കെ ഇരിപ്പുണ്ട്. സള്ള കുഞ്ഞന്മാരെ വീട്ടില്ല. ഓ ഞാൻ 3:30 മോളെ വിളിച്ചോണ്ടങ്ങ് വരാം. തേങ്ങയാ? തേങ്ങ പിന്നെ തേങ്ങ, വെളിച്ചെണ്ണ, എന്തൊരു മല്ലിപ്പൊടിയാ? മല്ലിപ്പൊടി, ഓ വരാന്ന്. എക്സ്ക്യൂസ് മീ, ഈ സത്യശീലൻ സാറ്? ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് കയ്യിൽ കിട്ടുന്നത്. ഇതൊക്കെ നോക്കി ശരിയാക്കി കൊടുത്താൽ 10 രൂപ പോലും കിട്ടില്ല. ആ കലക്ട്രേറ്റിലേക്ക് കൊടുക്കാനുള്ള സാധനം വരെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണല്ലോ. എക്സ്ക്യൂസ് മീ, സത്യശീലൻ സാർ? നിങ്ങളൊന്ന് പുറത്തേക്ക് പോകൂ. എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട് ഇവിടെ. ഞാൻ അതൊന്ന് ചെയ്ത് തീർത്തോട്ടെ. സാർ, ഞാൻ മന്മഥൻ. നിങ്ങൾ മന്മഥനാണെങ്കിൽ ഞാൻ എന്ത് വേണം? ഞാൻ വിജിലൻസിന്നാ. വിജിലൻസിന്നാ. സോറി സാർ,
കൊണ്ടിരിക്കണം സാർ. ഇത് കലക്ടറേറ്റിൽ കൊടുക്കാൻ അത്യാവശ്യമായിട്ടൊരു ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് നോക്കിയതാണ് സാർ. ആ പിന്നെ ഞാൻ വന്നത് സത്യശീലിനെ കുറിച്ചൊരു പരാതി ഞങ്ങളുടെ ഓഫീസിൽ ലഭിച്ചിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. പരാതിയോ? അയ്യോ, എന്നെക്കുറിച്ച് പരാതി ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ സാർ. സാറ് കണ്ടില്ല ഇവിടുത്തെ ജോലി തിരക്കല്ല. പിന്നെ 6 മണി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല സാറേ. അത്രമാത്രം ജോലികളുണ്ട് ഇവിടെ. ഇവിടുത്തെ ജോലി തിരക്കൊക്കെ ഞാൻ അപ്പുറത്ത് കണ്ടിരുന്നു. പിന്നെ സത്യശീലൻ സാറ് ലോലിതൻ എന്ന ഒരു പാവപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും ഒരു 5000 രൂപ കൈക്കൂലി വാങ്ങിയിരുന്നു. അയ്യോ, കൂടാതെ ഒരു 10000 രൂപ പലചരക്ക് കടയിൽ കൊടുത്ത് അതും കൈപ്പറ്റിയിരുന്നു അല്ലേ? ഇല്ല സാർ. ആര് പറഞ്ഞു സാർ ഈ കള്ളം? ഇത് പച്ച കള്ളാണ് സാർ. ഇല്ല, ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്യാനൊന്നും വന്നതല്ല. അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യലും അറസ്റ്റ് ചെയ്യലും ഒന്നും പാടില്ല എന്ന് അറിയാമല്ലോ. അതെ 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 അതെ. ഞങ്ങൾ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്താലും ഫലമില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ ADGP സാറ് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. സാർ, ഞാൻ എന്താണ് വേണ്ടത്? സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ അപ്പുറം വരെ ഒന്ന് വന്നാക്കണം. അയ്യോ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാറ് വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് മന്മഥൻ സാറ് വിജിലൻസ് നിന്ന് വരികയാണ്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഇരിക്കും. സാറൊരു പാവമാണ് അല്ലേ സാറേ? സോറി. അതെ, ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ ഓഫീസ് സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവിനായിട്ട് സാർ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഉപ്പ് വേണോ? അയ്യോ, സാറ് പേടിക്കണ്ട. ഇത് നമ്മുടെ വിസിറ്റിംഗ് ഡയറി ആയിട്ട് കണ്ടൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഞാൻ ഈ ഓഫീസ് സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവ് വേണമല്ലോ. എൻ്റെ ഓഫീസിൽ കൊടുക്കണ്ടേ? കുഴപ്പമില്ലല്ലേ? ധൈര്യമായിട്ട് ഒപ്പിടും. ആ, താങ്ക്സ്. അപ്പോൾ ഇനി എനിക്ക് ഇരിക്കാനൊരു ഇങ്ങോട്ടിരുന്നാട്ടെ. സാർ ചായ വേണോ സാർ? ഇപ്പോൾ വേണ്ട. എല്ലാവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കാം. സർക്കാർ ഉദ്യോഗം എന്നത് സേവനമാണ്. ആ സേവനത്തിനാണ് സർക്കാർ ശമ്പളം തരുന്നത്. അതിൽ കൂടുതൽ ലഭിക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളോട് കാശോ മറ്റു സാധനങ്ങളോ ആവശ്യപ്പെടുന്നത് കുറ്റമാണ്. ജയിലിൽ കിടക്കാനും ജോലി നഷ്ടപ്പെടാനും വരെ സാധ്യതയുണ്ട്. നിങ്ങളെ അക്ഷമരാകരുത്. ഒരു പാരഗ്രാഫ് കൂടി വായിച്ചിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചോളാം. കൈക്കൂലി കയ്യിൽ കിട്ടുന്നത് വരെ പാവപ്പെട്ട നാട്ടുകാരെ തേരാപ്പാര നടത്തിക്കുന്ന ജീവനക്കാരൻ പെൻഷൻ പറ്റിയാൽ നാട്ടുകാർ പുച്ഛത്തോടെ കാണും. മഹാരോഗങ്ങൾ പിടിപെടാനും സന്താനങ്ങൾക്ക് ഗുണം പിടിക്കാതെ പോകാനും സാധ്യതയുണ്ടെന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എൻ്റെ ഈ ഉപദേശം കേട്ടു എന്നുള്ളതിന് ഒരു തെളിവിനായിട്ട് സാറൊന്ന് ഇവിടെ ഒപ്പിടണം. സാർ ഒന്ന് ഒപ്പിട്ട് കൊടുക്കും സാർ. അല്ല, സാറാണല്ലോ തലവൻ, സാറ് തന്നെ ഇവിടെ ഒപ്പിടണം. പിന്നെ നിങ്ങളെ ഉപദേശിക്കാൻ ഇനി പഞ്ചായത്ത് മെമ്പറും സന്നദ്ധ സംഘടനകളും ഒക്കെ വരും. എല്ലാവരും വരും. അപ്പോൾ ഞാനിപ്പോൾ തന്ന ഉപദേശങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളണം. ഓഹോ, എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ശരി. പിന്നെ സാറിനോട് നമ്മുടെ ഈ പലചരക്ക് കട വഴി കാശ് വാങ്ങുന്നത് അതൊന്ന് ഒഴിവാക്കിയേക്കണം. ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അതുകൊണ്ടാണ്. വണ്ടിക്കൂലി എന്തെങ്കിലും? അയ്യോ, അത് വാങ്ങാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയും തന്ന അയച്ചത് ഇങ്ങോട്ട്. എന്നാ ശരി. പാവം തോന്നുന്നല്ലേ? പുള്ളി സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമയില് പറഞ്ഞിട്ടുണ്ട്. ആര്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് ഇയാളാണോ? വലിയ രോഗി. അങ്ങനെ പിഴിഞ്ഞിട്ട്. അയ്യോ, ഇതൊരു ഫോട്ടോ എടുക്കായിരുന്നു. നിങ്ങൾ ചെല്ല്. എനിക്ക് പേടിയാ. എന്നെ അയാൾ ചീത്ത വിളിക്കും. നിന്നെ ചീത്ത വിളിച്ചാൽ നീ കേട്ടോണ്ടിരിക്കും. എന്നെ വിളിച്ചാൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല. എന്നാ നമുക്ക് രണ്ടാക്കും കൂടി പോവാം. അഥവാ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചൊന്നും പറയണ്ട. എങ്ങോട്ട് പോണു? സാർ സത്യശീലൻ സാർ. കയ്യിൽ കാശോ സംഭാവനയോ സമ്മാനോ വല്ലതും വച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. സുഖം സാറേ, ഏതായാലും സത്യശീലൻ സാറിനെ വിജിലൻസുകാർ പൊക്കിയത് വലിയ കഷ്ടമായി പോയി. കൊണ്ടുപോയി ഇടിച്ചില്ലാതാക്കിയെന്നാണ് കേട്ടത്. മിക്കവാറും സാറിന്റെ ജോലി പോവും. ഒറ്റ കൊടുത്തവരെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് സാർ റെഡിയാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വേണം. സാർ ആര് മോൻ? ചെല്ല്.
നമസ്കാരം. ഇരുന്നാട്ടെ, ഇരിക്കൂ ഇരിക്കൂ. എന്താണാവോ? സാറേ, ഓ, എനിക്കൊരബദ്ധം പറ്റി. എന്തോ? എനിക്കൊരബദ്ധം പറ്റിപ്പോയി. അയ്യോ, അബദ്ധം പറ്റിയത് എനിക്കാണ്. മറ്റൊരാൾക്ക് പതിച്ചു കൊടുക്കാൻ സർക്കാരിന് അധികാരമുള്ള ഭൂമിയുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ തന്ന അപേക്ഷയിൽ കാണിച്ചിട്ടുള്ള വസ്തു ഇതിനകത്ത് കാണാനില്ല. സാറതൊന്ന് സാധിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും ഞാൻ വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾ വിചാരിച്ചപ്പോ വിജിലൻസുകാർ ഇവിടെ വന്നില്ലേ? അങ്ങനെ പലരും വിചാരിച്ചാലും പലതും സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞു വിട്ട വിജിലൻസുകാർ എന്നെ എന്ത് ചെയ്തു? എന്നെ മൂക്കിൽ വലിച്ചോ? സാറേ, അതൊന്ന് ഇവിടെ വന്നിട്ട് വളരെ വിഷമിച്ച് വന്നപ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്നാണ്. നിങ്ങൾ മാപ്പ് പറയണ്ട. ഈ താലൂക്കിലെ മൊത്തം ഭൂമിയുടെ മാപ്പ് ഇവിടെ ഉണ്ട്. ഇനി നിയമത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോട്ടെ. ഇനി നിങ്ങൾക്ക് എങ്ങാനും അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നാൽ ലാൻഡ് അസസ്മെന്റ് കമ്മിറ്റി എതിർക്കുന്ന പണി ഞാൻ ചെയ്തു വെക്കും. ഓ, ഇനി അവരെ സ്വാധീനിച്ച് വിജിലൻസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കാനായിരിക്കും അല്ലേ? അയ്യോ സാർ, അങ്ങനെയല്ല, ഞാൻ നോക്കി. ആരും ഒബ്ജക്ഷൻ പറയാത്ത തരത്തിൽ തിരുത്തേണ്ടതൊക്കെ തിരുത്തി, കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഇനിയും 7000 രൂപ ചെലവ് വരും. പിന്നെ വിജിലൻസുകാർ അറിഞ്ഞ കേസായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ. ഇനി അങ്ങനെ നടത്തിയാൽ തന്നെ നിങ്ങളുടെ ഫയൽ കാണുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ചൊറിച്ചിൽ വരും. ഞാൻ എന്തിനാണെന്ന് വെറുതെ ആവശ്യമില്ലാത്ത വിഷസർപ്പത്ത് എടുത്ത് എൻ്റെ കഴുത്തിലടിക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ പോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചോണ്ട് പൊക്കോ. സാർ അങ്ങനെ പറയരുത്. അയ്യോ, ഇപ്പൊ തരാ എന്റെ കയ്യിലില്ല. അതല്ല, പിന്നെ കുട്ടിയെല്ലാം ചെലവായി പോയി, കയ്യിൽ പൈസ ഇല്ല. ഈ ചെലവാവുന്ന 7000 രൂപ കൂടി ഞങ്ങൾ തരാം. വേറെ ആരും അറിയില്ല സത്യം. വേണ്ട 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 വേണ്ട, നിങ്ങളുടെ പൈസ ഞാൻ തരാം. അത് ശരിയാവില്ല. നിങ്ങളുടെ പൈസ ഞാൻ തരാം. നിങ്ങൾ പോയിക്കോളൂ. അതല്ല സാർ, അതല്ല. ഏയ് വേണ്ടാന്ന്, വെറുതെ എന്നെ പ്രലോഭിപ്പിക്കാറ് നിൽക്കണ്ട. നിങ്ങൾ പോയിക്കോളൂ. തരാം പൈസ, മറ്റേ ബാക്കിയും കൂടെ തരാം. 7000 കാണിക്ക്. ഇപ്പല്ല. അതും ഇപ്പല്ല, വേണ്ട. ഇതെല്ലാം ആൾക്കാര് പിന്നെ എങ്ങനെയാണ്? അതല്ല സാറ്, പിന്നെ ഒരു അല്ല ഇല്ല. നിങ്ങൾ പോ. അല്ല, ആ പൈസയും കൂടെ നമ്മള് ഇനി ആ പൈസ ആയിട്ട് വന്നാൽ മതി, കാര്യങ്ങൾ നടത്താം. അല്ലെങ്കിൽ പോ. മറ്റേ പൈസ തരാം. എന്താ മറ്റേ എന്താണ്? ഒന്നുമില്ല. ആ കോയാണ് മെമ്പറാണ്. ഒന്നും പറയണ്ടപ്പോ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി നടക്കാണ് ഇപ്പോ. എന്തപ്പോ ചെയ്യുന്ന മെമ്പറായി പോയില്ലേ? എത്ര മണിക്കാണ് എടുക്കണത്? അല്ല, മയ്യത്ത് എപ്പോഴാണ് എടുക്കണത്? അതെ അല്ലേ? നോക്കട്ടെ, ഞാൻ എത്താൻ നോക്കാം. ശരി എന്നാ. നമസ്കാരം മെമ്പറേ. നമസ്കാരം. ഞാൻ ഇപ്പോഴേ വിജിലൻസിന്റെ മെമ്പറാ. എങ്ങനെ? അതൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരു 12 മണിക്ക് സാറേ ഒന്ന് ഇവിടെ അതെ, ഞാൻ ഇവിടെ ഒരു 12 മണിക്ക് ഞാൻ ഇവിടെ എത്തി പറഞ്ഞിട്ട് ഒന്ന് ഒപ്പിട്ട് അകത്തത്തെ ഒപ്പൊക്കെ നിങ്ങൾക്ക് പിന്നിടാം. എന്തോപ്പത്? അത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്നാ ഞാനൊന്ന് ഉപദേശിക്കാൻ വന്നാൽ കാണണമൊക്കെ. അത് ശരി, ഇത് ഉപദേശികളുടെ കസേര. ആയിക്കോട്ടെ, എന്തായാലും നന്നായി. അപ്പൊ ഉപദേശം തുടങ്ങട്ടെ ഞാൻ. കഴിയില്ലേ? പിന്നെന്താ, വേഗം കഴിയും. നിങ്ങളെല്ലാവരും പടച്ചറപ്പിന്റെ അനുഗ്രഹവും കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരായവരാണ്. തരക്കേടില്ലാത്ത ശമ്പളവും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് സമരം ചെയ്ത് മേടിക്കാനുള്ള തന്ത്രവും നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഇടയിൽ കൂടെ പിന്നെ നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഇന്ന് ഈ കൈക്കൂലി മേടിക്കണത് ശരിയല്ല. അഥവാ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ തന്നെ ഇത് ഇവിടെ വേണ്ട, ഇത് മേടിക്കാൻ പാടില്ല, ഇത് കുറ്റക്കാരാണ് എന്നുള്ള കാര്യങ്ങൾ പറയും വേണം. പറയൂലേ? പറയും. അപ്പൊ എന്റെ ഉപദേശം കഴിഞ്ഞു. ശരി, ഇനിയിപ്പോ ആ ക്ലബിലെ ചെക്കന്മാരും കൂടി വരുന്നുണ്ട് നിങ്ങളെ ഉപദേശിക്കാം. ഞങ്ങൾ ഉപദേശിക്കാം. അതും കൂടി കഴിഞ്ഞ അന്നത്തെ ഉപദേശം ഏകദേശം കഴിയും. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഉപദേശം കാരണം ഇവിടെ ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് വർക്ക് പെൻഡിങ്ങിലാണ്. കാരണം ഇത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോരുത്തർ വരെയാണ് ഉപദേശിക്കാൻ. എന്നിട്ട് ഞങ്ങൾ നേരാവണില്ല. എന്ത് പറയുന്ന പറഞ്ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു മരിപ്പുണ്ടായാൽ പോകാൻ പറ്റില്ല, ഒരു വായിക്കാൻ പോകാൻ പറ്റില്ല. ഒരു മെമ്പറാണ് ഞാന്. ഇത് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ, വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളുകളാണ്. എപ്പോഴാ എടുക്കൂന്ന് പറഞ്ഞത്? എന്ത് മയ്യത്തേ? മയ്യത്ത് എപ്പോഴാ എടുക്കണാവോ? ഞാൻ എപ്പോഴെടുത്താലും ഇക്കങ്ങനെ എത്താൻ പറ്റും തോന്നല്ല. എന്നാ പിന്നെ മെമ്പർ അതെ,
ഒരു കാര്യം ചെന്ന് ഇനി ഒന്ന് ഒപ്പ് ഇട്ടൂടാ നിങ്ങക്ക് ആ ഉപ്പിടോ അപ്പൊ ഞാൻ ഇവിടെ 12 മണിക്ക് തന്നെ എത്തി പറഞ്ഞിട്ടുള്ള ഒപ്പ് എന്താ ഗംഭീരം ഒപ്പൊക്കെ ഗംഭീരാണ് അതെ ഒന്നുകൂടെ വന്നേ സത്യസാറ് ഒന്നങ്ങോട്ട് വായോ ഒരു കാര്യം പറയാം കഴിഞ്ഞില്ലേ വായോ ഓഫീസർക്ക് പ്രത്യേക ഉപദേശം ഉണ്ടാവും. എല്ലാവരും വന്നിങ്ങനെ ഉപദേശിക്കാൻ നമ്മുടെ ഷെയ്ത്താൻ്റെ കുട്ടികളാണ്. എന്താണാവോ? ഒരു ലോലിതൻ പുറമ്പോക്ക് സ്ഥലം പതിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നില്ലേ? അവൻ ചെയ്ത പണി എന്താണെന്നറിയോ മെമ്പറിന്? അറിഞ്ഞ് ഞാൻ ഇന്നലെ ഓൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് ഓൻ്റെ പമ്പർന്നത്തിനൊക്കെ കുറെ ഉപദേശിച്ചു ഞാൻ. എന്താ നിങ്ങൾ ഉപദേശിച്ചത്? ഉപദേശിച്ച് ഞാൻ വിജിലൻസുകാർ പറഞ്ഞേക്കെ ഓനോട് പറഞ്ഞ് നിങ്ങൾ കൈക്കൂലി കൊടുക്കരുത്, കൈക്കൂലി കൊടുക്കണതും വാങ്ങണതും ഒക്കെ ഒരേപോലെ കുറ്റക്കാരാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വർത്താനം കുറെ പറഞ്ഞ്. എൻ്റെ മെമ്പറെ, ഇതാണ് എത്ര വലിയ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട്? അതല്ലാന്ന് നിങ്ങളൊരു 7,000 ഉറുപ്പ്യ ചോദിച്ചിരുന്നു അവനോട്. ചോദിച്ചിരുന്നു. എന്നാ അത് ഓൻ തന്നയച്ചിട്ടുണ്ട്. ഓനക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്. അതെ, തരൂ. ഇതാ ഇതൊരു 5,000 ഉണ്ട്. 5,000 പോരാ, അപ്പൊ ബാക്കി 2,000 ഇവിടെ. അത് ഞാൻ അടുത്ത് എന്തെന്നോ ഈ കൈക്കൂലി വാങ്ങരുത് കൊടുക്കരുത് എന്ന് ഉപദേശിക്കുന്നവർക്കും വേണ്ട വല്ലതും. ന്യായം മായം